നമസ്കാരം. തമിഴ് സൂപ്പർ താരം മലയാളികളുടെ ഇഷ്ട തമിഴ് താരമായ സൂര്യയെ വെച്ച് ഗൗതം മേനോൻ ചെയ്യാൻ പോയ ആ കഥയാണോ മമ്മൂക്കയെ വെച്ച് ഗൗതം മേനോൻ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. ഈ ഒരു അപ്ഡേറ്റിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. തമിഴിലെ പ്രശസ്ത സംവിധായകനായ ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ടും മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് നേടിയെടുക്കാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വാരണായത്തിന് ശേഷം ഗൗതം വാസുദേവ് മേനോൻ സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന കഥയാണ് ഗൗതം മേനോൻ ഇപ്പോൾ മമ്മൂക്കയെ വെച്ച് ചെയ്യാനൊരുങ്ങുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു കുറ്റാന്വേഷണ ചിത്രം തയ്യാറാക്കാനുള്ള പദ്ധതിയിലാണ് ഗൗതം മേനോൻ. ഇതിനിടയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗൗതം മേനോൻ സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയുടെ കഥയാണോ എന്ന വാദം ശക്തമാവുകയാണ്. തുപ്പറിയും ആനന്ദം എന്ന പേരിൽ സൂര്യയും ഗൗതം മേനോനും തമ്മിൽ സിനിമ ചെയ്യുന്നു എന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. ആനന്ദൻ എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ വേഷമാണ് സൂര്യ അന്ന് ചെയ്യാനിരുന്നത്. കോമഡി പശ്ചാത്തലത്തിലുള്ള കുറ്റാന്വേഷണ ചിത്രത്തിന്റെ ലേബലിൽ തന്നെയാണ് ആ ഒരു ചിത്രവും പ്രേക്ഷകരുടെ മുമ്പിലെത്താനിരുന്നത്. എന്നാൽ സൂര്യ വെച്ച് ഗൗതം മേനോൻ ഒരുക്കാൻ പോയ ആ ഒരു ചിത്രം നടന്നിരുന്നില്ല. എന്നാൽ അതിനുശേഷം ആ ഒരു കഥയുടെ അവകാശം താൻ വാങ്ങി എന്ന് ഗൗതം മേനോൻ പറഞ്ഞിരുന്നു. 1970കളിൽ നടക്കുന്ന കഥയാണ് സിനിമയുടേതെന്നും ഗൗതം മേനോൻ പറഞ്ഞിരുന്നു. എന്നാൽ ബഡ്ജറ്റ് പ്രശ്നങ്ങൾ കാരണം സൂര്യയുമായി താൻ ചെയ്യാനിരുന്ന ചിത്രം നടന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഗൗതം മേനോൻ ചിത്രത്തിൽ മമ്മൂക്കയെ വെച്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥ ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.